മക്കക്കാർ മക്കയിൽ നിന്ന് ഹിജറ പോയി മദീനയിലേക്ക് വരുമ്പോൾ മദീനക്കാർക്ക് അറിയില്ല ഈ വന്ന എല്ലാ മനുഷ്യന്മാരെയും ഒന്നും. ആരാണവർ, ഏത് കുടുംബക്കാരാണ്, ഏത് തറവാട്ടുകാരാണ്, എന്റെ വീട്ടിലേക്ക് ഉണ്ടാകാൻ മാത്രം ഉള്ളവരാണോ, അതൊന്നും അറിയില്ല. ഒറ്റക്കാര്യം അറിയാം, അള്ളാന്റെ ദീനിന് വേണ്ടി നാട് വിട്ടൊഴിവായി പോന്നവരാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഈ കലിമത്ത് തൗഹീദ് സ്വീകരിച്ചതിന്റെ പേരിൽ നാട്ടിൽ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായപ്പോൾ ദീനിന് വേണ്ടി ആ നാടൊഴിവാക്കി ഉള്ളതെല്ലാം വേണ്ടെന്ന് വെച്ച് മദീനയിലേക്ക് ഹിജറ വന്ന മനുഷ്യന്മാരാണ് എന്ന് മാത്രമാണ് മദീനക്കാർക്കറിയുക. ഹിജറ പുറപ്പെട്ടു വന്ന വാർത്ത അറിഞ്ഞത് മുതൽ മദീനക്കാർ എന്നും രാവിലെ മദീനയുടെ അതിർത്തിൽ വന്ന് കാത്തിരിക്കുമെന്നാണ്. വരുന്നുണ്ടോ നോക്കാൻ വേണ്ടി, എത്തിയിട്ടുണ്ടോ അവരെന്നറിയാൻ വേണ്ടി എന്നും രാവിലെ വന്ന് കാത്തിരിക്കുന്നു. വെയിൽ ചൂടാകുവോളം കാത്തിരുന്ന് തിരിച്ചു പോകുന്നു. അങ്ങനെ ഇവരെ സ്വീകരിക്കാൻ വേണ്ടി കാത്തിരുന്ന ആളുകൾ വന്നു. നബിയും സഹാബിമാരും വന്നു, സ്വീകരിച്ചു. നബിതങ്ങളും അവരെല്ലാം വിളിച്ചുകൂട്ടി. എന്നിട്ട് പറഞ്ഞു, ഇന്നു മുതൽ നിങ്ങൾ തമ്മിൽ സഹോദരങ്ങളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവർക്ക് ഉഖുവത്തുണ്ടാക്കി സാഹോദര്യം സ്ഥാപിച്ചുവെന്നാണ്. ഓരോ മുഹാജിറിനെയും വിളിച്ചു, ഓരോ അൻസ്വാരിയെയും വിളിച്ചു, നിങ്ങൾ തമ്മിൽ ഇന്നു മുതൽ സഹോദരന്മാരാണ് എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുക്കുകയും അങ്ങനെ കിട്ടിയവരുമായി വീട്ടിലേക്ക് പോവുകയും ചെയ്താണ് അവർ സ്വീകരിച്ചത്.